സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ തീയലാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. തോടെല്ലാം കളഞ്ഞ് ക്ലീനാക്കി എടുത്തപ്പോൾ 300 ഗ്രാം ഉണ്ട്. ചെമ്മീൻ്റെ കൂട്ടത്തിൽ ഒരു പച്ച ഏത്തക്കായും കൂടി ചേർത്താണ് തീയൽ വെക്കുന്നത്. നല്ല ടേസ്റ്റോടു കൂടിയുള്ള ഒരു ചെമ്മീൻ തീയലാണ് ഇത്. ഏത്തയ്ക്ക തോലെല്ലാം കളഞ്ഞ് ക്ലീനാക്കി കഷ്ണങ്ങളാക്കി എടുത്തുകൊണ്ട് വരാം. ഏത്തയ്ക്ക കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ വലുപ്പത്തിലും ഈ നീളത്തിലുമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചട്ടിയിലാണ് തീയൽ വെക്കുന്നത്. ചട്ടിയിലേക്ക് കട്ട് ചെയ്ത് ഏത്തയ്ക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം ക്ലീനാക്കിയ ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞതും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 3 കഷ്ണം കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കറിയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് കറി തിളച്ച ശേഷം ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കുക. മുഴുവൻ ഉപ്പും ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ചെമ്മീൻ കല്ലിച്ചു പോകും. അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെമ്മീനും ഏത്തയ്ക്കായും വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വെള്ളമെല്ലാം വറ്റി കിട്ടുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് കറിയിലേക്ക് ചേർക്കുന്നതിനാവശ്യമായ തേങ്ങാപ്പീര വറുത്തെടുക്കാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താണ് തേങ്ങാപ്പീര വറക്കാനെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്നും തേങ്ങാപ്പീരയെല്ലാം ഒരുപോലെയും ഫ്രൈ ആയി കിട്ടും. ഇതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയതും 3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും 3 ചുവന്നുള്ളി കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ല മൂത്ത് ഫ്രൈ ആയി കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം. തേങ്ങ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ മൂപ്പിച്ചെടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓണാക്കിയിട്ട് പൊടികളുടെ പച്ചമണമെല്ലാം മാറി കിട്ടുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇന്ന് ചൂട് പോയതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് കഷ്ണമെല്ലാം നല്ലവണ്ണം വെള്ളമെല്ലാം പറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം തേങ്ങ അരച്ചെടുക്കാനായിട്ട്. തേങ്ങാപ്പീര അരഞ്ഞ് കിട്ടുന്നതിനാവശ്യമായ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുക്കാവൂ. ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം തവി കൊണ്ട് എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കണം. ചാറ് കുറച്ചും കൂടി നീട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ചാറ് ഒത്തിരി നീണ്ടു പോകാതെയും അധികം കുറുകി പോകാത്തതുമായ രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. എല്ലാം മിക്സാക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 3-4 മിനിറ്റിന് ശേഷം കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. തവി കൊണ്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം കറിയിലെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് തവി കൊണ്ട് ഒന്ന് കറിയെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്നും കൂടി തിളപ്പിച്ചെടുക്കണം. കറി ഒന്ന് കുറുകി വരാൻ തുടങ്ങുന്ന സമയത്ത് ചട്ടി സ്റ്റൗവിൽ നിന്നും മാറ്റി വെക്കാം. ഇതിലേക്ക് കടുക് താളിക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം.
തീയൽ പോലുള്ള കറികൾക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി രുചി കൂടത്തേ ഉള്ളൂ. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകും 3/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2-3 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലവണ്ണം മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ചുവന്നുള്ളിയെല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തീയലിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചത് ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അടപ്പ് വെച്ച് ചട്ടി അടച്ചു വെക്കാം. 5-10 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി ഒന്ന് കറി ഇളക്കി കൊടുക്കാവൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിയിലേക്കും കഷ്ണങ്ങളിലേക്കുമൊക്കെ കടുക് താളിച്ചതിൻ്റെ ഫ്ലേവർ നല്ലവണ്ണം ഇറങ്ങിക്കിട്ടും. ചെമ്മീനും ഏത്തയ്ക്കായും വെച്ചുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തീയലാണിത്. ചോറിനും അപ്പത്തിനും പുട്ടിനും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചെമ്മീൻ തീയലാണിത്. ഞാൻ ഇതിനു മുമ്പും ചെമ്മീൻ തീയലും ചെമ്മീൻ മുളകിട്ടതിൻ്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് കയറി കാണണേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.